രുദ്രാക്ഷം. കാർത്തിയോട് നീ സമ്മതം പറഞ്ഞോ? സത്യമാണോ പെണ്ണെ? ചിന്മയി പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവന്തിക വീണ്ടും അവളെ നോക്കി ചോദിച്ചു. പറഞ്ഞു. 100 വട്ടം സമ്മതം പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ചിന്മയി എഴുന്നേറ്റതും തൊട്ടു മുമ്പിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ ചെറുതായി ഒന്ന് പകച്ചു. അത് കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഹന്ന ചിമ്മുവിനെ തട്ടി വീഴാൻ തുടങ്ങിയതും ചിമ്മു വേഗം മുന്നോട്ട് അഞ്ഞുപോയി. അർജുന്റെ നെഞ്ചിൽ തട്ടി നിന്നവളെ നോക്കി ബാക്കിയുള്ള കുട്ടികളുടെ കിളി പോയി. സോറി സർ. ചിമ്മു പറഞ്ഞതും അർജുൻ അവളെ ദേഷിച്ചൊന്ന് നോക്കി. എന്താടോ, തനിക്ക് മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ മേലേ? ഇത്രയ്ക്ക് ബഹളം കൂട്ടാൻ ഇവിടെ എന്താ സംഭവിച്ചത്? അർജുൻ കലിപ്പ് മൂടിൽ ചോദിച്ചതും ചിമ്മു അവനെ ഒന്ന് പാളി നോക്കി. ഹന്ന, നിങ്ങളുടെ ശബ്ദം മാത്രമേ ഉള്ളല്ലോ. എന്താടോ, ഇത് ക്ലാസ് റൂമാണോ അതോ ചന്തയോ? അർജുൻ ഹന്നയെ നോക്കി വഴക്കു പറഞ്ഞു. ഇത് ചന്തയാണോ ഹന്ന? നോ സർ. പിന്നെ? ഇനി ആവർത്തിക്കില്ല. സോറി സർ, പ്ലീസ്. ടേക്ക് യുവർ ടെസ്റ്റ്. അവൻ അലറിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നതും കുട്ടികളെല്ലാവരും നിശബ്ദരായി പെട്ടെന്ന് അവരുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു. പഠിക്കാൻ വന്നാൽ എല്ലാവരും പഠിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കണം. അത്യാവശ്യം കളിയും ചിരിയൊക്കെ വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? ബാക്കി കുട്ടികളെല്ലാവരും നിശബ്ദരായിരിക്കുന്നു. ഹന്നയുടെയും ചിന്മയുടെയും മാത്രം ശബ്ദം ഇവിടെയുള്ളൂ. അർജുൻ ദേഷ്യം വിട്ടുമാറാതെ പിന്നെയും അവരെ വഴക്കു പറഞ്ഞു. സോറി സാർ, ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. സാറ് വന്നത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ബെല്ലടിച്ചത് കേട്ടുമില്ല. ചിമ്മു ആണ് അർജുനെ നേരിട്ടത്. അതെങ്ങനെ കേൾക്കും? ബെല്ലിനേക്കാൾ ശബ്ദത്തിലല്ലേ നിങ്ങളിവിടെ കിടന്ന് ആറാടിയത്? 4 അക്ഷരം പഠിക്കേണ്ട നേരത്ത് കിടന്ന് ബഹളം വെച്ചു. എന്തേലും പറഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിനാണല്ലോ കുറ്റം. ഉടനെ തന്നെ അത് ഫോണിൽ വീഡിയോ ആക്കി വൈറലാക്കും. അവന് പിന്നെയും കലിയടങ്ങിയില്ല. കൂടുതൽ വഴക്കം പറഞ്ഞത് ചിമ്മുവിനെയാണ്. അതിൻ്റെ കാരണം അർജുനും അവൾക്കും മാത്രമല്ലേ അറിയൂ. കുറേ വഴക്ക് പറഞ്ഞപ്പോൾ ചിമ്മുവിന് ദേഷ്യം വന്നു. അവൾ കണ്ണുരുട്ടി അവനെ ഒന്ന് നോക്കി. വീട്ടിലേക്ക് വാ, വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളുടെ പുന്നാരി ഞാൻ നിർത്തുന്നുണ്ട്. ചിമ്മു പറഞ്ഞതും ഹന്ന വാവളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താ നീ പറഞ്ഞേ? ഹന്ന അവളോട് ചോദിച്ചു. അർജുൻ ദേഷ്യപ്പെട്ടതുകൊണ്ടും വഴക്ക് പറഞ്ഞതുകൊണ്ടും ചിമ്മുവിൻ്റെ ഉള്ളിൽ ആകെ കൂടി വല്ലാത്തൊരവസ്ഥ. അങ്ങനെ വിട്ടാലും പറ്റില്ല, ഇത് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവളും ചിന്തിച്ചു. ഇങ്ങേരെൻ്റെ കെട്ടിയോനടി, പറഞ്ഞുകൊണ്ട് ചിന്മയി അവളുടെ സീറ്റിലേക്ക് ഇരുന്നു. എന്താ? ഹന്നയും അവന്തികയും ഒരുപോലെ അവളെ നോക്കി. ഈ നിൽക്കുന്ന അർജുൻ എൻ്റെ ഭർത്താവാണെന്ന്. ഇതെനിക്ക് അങ്ങേര് കെട്ടിത്തന്ന താലിയാ. കുടുംബക്കാരെയും കൂട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ സാക്ഷി നിർത്തി ഇയാൾ എന്നെ കല്യാണം കഴിച്ചതാ. ഷോളിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച താലിമാല എടുത്ത് ചൂണ്ടുവിരലിൽ കോർത്തുകൊണ്ട് ചിന്മയി ഹന്നയെ കാണിക്കുകയാണ്. യോ, സത്യമാണോ പെണ്ണെ? ഹന്ന പതിയെ ചോദിച്ചു. പക്ഷെ അവൾക്ക് നേരെ ചൊവ്വേ ശബ്ദം പോലും വന്നില്ല. അതെ, 100% സത്യമാണ്. ഇങ്ങേരെൻ്റെ ഭർത്താവാണ്. സംശയമുണ്ടെങ്കിൽ നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കുക. അല്ല പിന്നെ. പടച്ച തമ്പുരാനെ, ഞാൻ എന്തായി കേൾക്കണേ? അവൾ അവന്തികയെ നോക്കിയപ്പോൾ മറ്റേതോ അന്യഗ്രഹത്തിൽ ചെന്ന അവസ്ഥയിലാണ് അവന്തികയുടെ ഇരിപ്പ്. പെട്ടെന്ന് അർജുനെ വന്നിട്ട് ഒരു സാറ് വിളിച്ചു. അവൻ ക്ലാസ് റൂമിൻ്റെ വാതിൽക്കലേക്ക് ഇറങ്ങിപ്പോയി. ചിമ്മു അവന്തികയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി. അവൾ ചെറുതായി ഒന്ന് കരഞ്ഞു. എന്താടി, വേദനിച്ചോ നിനക്ക്? ചിമ്മു ചോദിച്ചതും അവൾ തലകുലുക്കി. നീ എന്താ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഇല്ല, തീരെ വിശ്വാസമായില്ല. അല്ലേടി ഹന്ന? അവന്തിക ചോദിച്ചതും ഹന്നയും തല കുലുക്കിക്കൊണ്ട് അത് ശരിവെച്ചു. ആ, അങ്ങനെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല. ചങ്ക് പറിച്ച് കാണിച്ചു. പക്ഷെ ഇപ്പോഴും ചെമ്പരത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോടൊന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിമ്മു മെല്ലെ അവർക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു.
അപ്പോ ഇനിയൊന്നും നടക്കൂലല്ലേ? ഒടുവിൽ അവന്തിക ചുണ്ടനക്കി. എന്ത്? ചിമ്മു അവളെ നോക്കി നെറ്റി ചുളിച്ചു. സാറിൻ്റെയും എൻ്റെയും എന്തോ പറയാൻ വന്നിട്ട് അവന്തിക പെട്ടെന്ന് തന്നെ തൻ്റെ നാവ് വലിച്ചകത്തേക്കിട്ടു. എടി, അപ്പൊ കാർത്തികുമായി നിനക്കിഷ്ടാണെന്ന് അവനോട് നീ സമ്മതിച്ചതോ? പെട്ടെന്നെന്തോ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ പോലെ ഹന്ന ചോദിച്ചു. കാർത്തി എന്നോടൊരു കാര്യം ചോദിച്ചു. അതിന് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ചിമ്മു ചിരിയോടെ കൂട്ടുകാരികളെ നോക്കി. നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഹന്നയ്ക്ക് തെല്ല് ദേഷ്യം തോന്നി. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നേരെയിരുന്നു. അപ്പോഴേക്കും അർജുൻ ക്ലാസ്സിലേക്ക് വീണ്ടും കയറി വന്നു. പഠിപ്പിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ ചിമ്മു അവനെ ഏറെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് നിന്ന് പഠിപ്പിക്കുകയായിരുന്നു. കാലത്തെ തന്നെ നോക്കി വെള്ളമിറക്കി കപ്പലോടിച്ച ആളാ. ഉച്ചയ്ക്ക് ശേഷം തനി ഓന്ത്. ചിമ്മു മനസ്സിലോർത്തു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തൻ്റെ നോട്ട്ബുക്ക് തുറന്നു. എന്നിട്ടതിൽ എന്തോ എഴുതി. ശേഷം അത് മെല്ലെ അവന്തികയുടെ നേർക്ക് നീട്ടിവെച്ചു. അവൾ എഴുതിയത് എന്താണെന്ന് അവന്തിക വായിച്ചു. പെട്ടെന്ന് അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. വായ പൊത്തിപ്പിടിച്ചിരിക്കുന്ന പെണ്ണിനെ ഹന്നയൊന്ന് നോക്കി. അപ്പോഴേക്കും അവന്തിക ആ ബുക്കെടുത്ത് ഹന്നയുടെ അരികിലേക്ക് നീട്ടിവെച്ചു. വായിച്ച ശേഷം ഹന്നയും ചിരിച്ചുപോയി. പെട്ടെന്നായിരുന്നു അർജുൻ അത് കണ്ടത്. അവൻ അവരുടെ ഡെസ്കിൻ്റെ അടുത്തേക്ക് വന്നതും ഹന്നയും അവന്തികയും അല്പമൊന്ന് വിഷമിച്ചു. ചിമ്മു ബുക്കെടുത്ത് മാറ്റാൻ തുടങ്ങും മുന്നേ അർജുൻ അത് കൈക്കലാക്കി. സർ, അതെൻ്റെ ബുക്കാണ് പറഞ്ഞുകൊണ്ട് ചിമ്മു കൈനീട്ടിയെങ്കിലും അർജുൻ അത് കൊടുക്കാതെ ലെക്ചർ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയി. ദയനീയമായി അവൾ കൂട്ടുകാരികളെ നോക്കി. ഒപ്പം ഇന്നത്തെ ദിവസം തീർന്നു എന്ന് അവൾ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. ഇവള് കുറച്ച് ഇളക്കക്കാരിയാണ് കേട്ടോ. പൂച്ചയെ പോലെ ഇരുന്നതല്ലേ, ഇന്നിപ്പോ ഇവിടെ മട്ടുമാറി. തൊട്ടു മുന്നിലെ ബെഞ്ചിലിരുന്ന ഗംഗ എന്നൊരു പെൺകുട്ടി പതിയെ അടക്കം പറഞ്ഞു. ശരിയാ, സാറ് വരുമ്പോ നെകളിക്കുമല്ലേ. വേറൊരിടത്തും ഇങ്ങനൊരെണ്ണത്തെ കണ്ടില്ല. നമ്മളെല്ലാവരും എത്ര മര്യാദയ്ക്കാ ഇരിക്കുന്നേ. ഇവളോടി ഗംഗയോട് ചിപ്പിയും പറയുന്നുണ്ട്. അർജുനാണെങ്കിൽ ആ ബുക്ക് അപ്പോൾ തുറന്നു നോക്കിയില്ല. പകരം ക്ലാസ് എടുക്കാൻ തുടങ്ങി. ചിമ്മു സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് അനങ്ങാതിരുന്നു. പഠിപ്പിച്ച ഭാഗത്തു നിന്നും അവന്തികയോടും ഹന്നയോടും അർജുൻ ചോദ്യം ചോദിച്ചു. അവരുത്തരവും പറഞ്ഞു. എന്നാൽ ചിമ്മുവിനെ അവൻ ഒഴിവാക്കി. നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലൊക്കെ ഇരുന്നതാണ്. പക്ഷെ അവൻ ചോദ്യം ചോദിച്ചതുമില്ല. അതും കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് ക്ലാസ് തീരുന്നതിൻ്റെ ലാസ്റ്റ് 3 മിനിറ്റ്സിൽ അർജുൻ ബുക്ക് തുറന്നു. എടി പിള്ളേരെ, ഇങ്ങേരെൻ്റെ കെട്ടിയോനാണെന്ന് നിങ്ങൾ ആരോടും പറയില്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എൻ്റെ രോമം പോലും ബാക്കിയുണ്ടാവില്ല. അതും കൂടാതെ കന്യകയായ എൻ്റെ പൊൻതൂവൽ കൂടി ഇദ്ദേഹം ഇന്ന് എടുത്ത് പുറത്തിടും. പിന്നെ 10ാം മാസം പ്രസവിച്ചു കഴിഞ്ഞാലേ എനിക്കിതിൽ നിന്നൊരു മോചനം ലഭിക്കൂ. യു നോ മൈ ഡിയേഴ്സ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ചുംബനം ദാഹിച്ച് കഴിയാൻ തുടങ്ങിയിട്ടേ മാസമൊന്നാവുന്നു. ഒപ്പം പൊട്ടിക്കരയുന്ന ഇമോജിയും. അർജുൻ വായിക്കുന്നത് കണ്ടതും ചിമ്മുവിൻ്റെ മുഖത്ത് രക്തം പോലും ഇല്ലാണ്ടായി. അവന്തികയും ഹന്നയും ആകെ വിളറി പിടിച്ചിരിപ്പുണ്ട്. അർജുൻ എല്ലാം വായിച്ച ശേഷം ജസ്റ്റ് മുഖം തിരിച്ച് ചിന്മയെ നോക്കി. പെട്ടെന്നവൾ മുഖം പൂഴ്ത്തി. സോറി എന്നവൾ പിറുപിറുക്കുന്നത് അർജുൻ കണ്ടു. അവൻ കൈകൾ രണ്ടും നെഞ്ചിനു കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർ തീർന്നതിൻ്റെ ബെല്ലും മുഴങ്ങി. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. അർജുൻ ലെക്ചർ സ്റ്റാൻഡിൽ ഒന്ന് കൊട്ടിയ ശേഷം കുട്ടികളെ നോക്കി പറഞ്ഞു. താങ്ക് യു സർ. കുട്ടികളും എഴുന്നേറ്റു. അർജുൻ പുറത്തേക്ക് പോകുന്നത് നോക്കി നെഞ്ചിരിപ്പോടെ നിൽക്കുകയാണ് ചിമ്മു. ഇന്നത്തെ ദിവസം ഏതാണ്ടൊക്കെ തീർന്ന പോലെ ആയല്ലോ എന്ന് അവൾക്ക് തോന്നി. എടി ചിമ്മു, ഇനി എന്ത് ചെയ്യും പെണ്ണെ? അവന്തിക അവളെ നോക്കി ചോദിച്ചു. തീർന്നടി, തീർന്നു. കാണാനുള്ളവരൊക്കെ എന്നെ നല്ലോണം കണ്ടോളൂ. ഇനിയൊരു പക്ഷേ ഞാനിവിടേക്കിനി കാല് കുത്തുമെന്ന് തോന്നുന്നില്ല. ചിമ്മു വിഷമത്തോടെ പറയുകയാണ്. എടി, അപ്പോൾ അത് സത്യമാണോ? ഹന്ന അവളോട് അല്പം ചേർന്നു വന്നു. എന്ത്?
അല്ല, നീ ഇപ്പോഴും കന്യകയാണെന്ന് പറഞ്ഞില്ലേ? അത് സത്യാണോന്ന്? ഓ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ പെണ്ണേ? പോട്ടെ. അല്ലടി, നിനക്കൊരു ഉമ്മ പോലും സാർ ഇതുവരെയായിട്ടും തന്നിട്ടില്ലേ? ഇല്ലെന്നവൾ ചുമൽച്ചലിപ്പിച്ചു. പെട്ടെന്ന് അവന്തിക അവളുടെ അതിരത്തിൽ ഒന്നു നോക്കി. സത്യം കൊച്ചേ, അറിയാതെ പോലും ഒരു ഉമ്മ അയാൾ എനിക്ക് തന്നിട്ടില്ല. അപ്പോ ഇന്നെല്ലാം സെറ്റ്. ഹന്ന അവളുടെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ഏ, അവന്തികയ്ക്കൊന്നും മനസ്സിലായില്ല. സാറിന്റെ പുരുഷത്വത്തെയാണ് ഇവളിന്ന് ചോദ്യം ചെയ്തുകൊണ്ടേ നമ്മളോടൊക്കെ സംസാരിച്ചത്. അത് കൃത്യം സാറ് കാണുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും, ഉറപ്പാ. ഹന്ന ഊറി ചിരിച്ചു. അടുത്ത ക്ലാസ് ടീച്ചർ വന്നതും കുട്ടികൾ എല്ലാവരും നിശബ്ദരായി. എന്റെ മഹാദേവ, ഞാൻ ഇനി എങ്ങനെ അർജുനേട്ടന്റെ മുഖത്ത് നോക്കും? ശോ, എല്ലാം കുളായില്ലോ. ചിമ്മു ആകെക്കൂടി പെട്ടുപോയ അവസ്ഥയിലാണ്. തന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ ഒന്നുകൂടൊന്ന് വായിച്ചു നോക്കുകയാണ് അർജുൻ. നിനക്ക് പ്രസവിക്കാൻ കൊതിയായില്ലേ? ശരിയാക്കാം, ഒക്കെ ശരിയാക്കാം. അർജുൻ തല കുലുക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. തുടരും. നിങ്ങൾ കഥ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ മടി കാണിക്കല്ലേ. ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി പനിയായതുകൊണ്ട് എഴുത്തൊക്കെ നിർത്തി. ഇപ്പം ഞാനാണ് എഴുതുന്നത്. നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരണം. 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഈ സ്റ്റോറി തരാം. നമ്മുടെ അമ്മാളു പോലെ ഒരു സ്റ്റോറി. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇനി അഥവാ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്ലൈമാക്സ് എഴുതി തീർക്കാം. രണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.